ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. ചങ്കാമ്മ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാ. രാവിലെ പറഞ്ഞ സമയം 10 മണിയായിട്ടാ. ഞാനും അമ്മമ്മയും കൂടിയിട്ട് നല്ല ഉറക്കമുറങ്ങി എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി കേട്ടാ. അപ്പോൾ ഇവിടെ ആരുമില്ല, ഞാനും അമ്മമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയും ഏടത്തിയും അനിയനും എല്ലാം കൂടി വയനാട് ടൂർ പോയിട്ടുണ്ട് കേട്ടാ. നമ്മൾ നാട്ടിൽ നിന്ന് ടൂർ പോയതാണ്. അപ്പോൾ അവരും കൂടി പോയിനൊപ്പരം രാവിലെ 4 മണിക്ക് 5 മണിക്കാരും പോയി. ഞാൻ നല്ല ഉറക്കാം. അന്നേരം എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിന്. അപ്പോൾ അമ്മമ്മേൻ്റെ കാര്യങ്ങളെല്ലാം ഇന്ന് ഞാൻ നോക്കണം. അമ്മമ്മേ എന്നാ അമ്മമ്മ ഇന്ന് അത്ര മൂടില്ല കേട്ടാ. തിന്നാൻ വേണ്ടി പറഞ്ഞിട്ട് തിന്നുന്നില്ല. രാവിലെ തന്നെ അമ്മക്ക് റസ്ക്കാ കൊടുക്കുന്ന കേട്ടാ. ഇനി ഇഡലി ഉണ്ട്, ഇഡലി കൊടുക്കാനുണ്ട്. 2-3 റസ്ക് കൊടുത്തിട്ട് ഇഡലി കൊടുക്കാൻ വേണ്ടി. ഇഡലി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, പിന്നെ ഇന്നലത്തെ മീൻ കറി കേട്ടാ. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അമ്മക്ക് തന്നെ കൊടുക്കണം. അമ്മ അത്ര മൂടില്ല. എന്നാ വയനാട് 1 ഡേ ടൂർ പോയതാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു രാത്രി 12 മണി ഏകദേശം ആകുമ്പോൾ വരുമല്ലോ കേട്ടോ. ഇന്ന് അമ്മമ്മയും ഞാനും മാത്രമേ ഇടില്ലൂ. അപ്പോൾ നമുക്ക് രാവിലെ ചായ കൊടുക്കുക, അതിന് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. പിന്നെ ഞാൻ അമ്മയും കുറേ സമയം ഉറങ്ങലേ ഉണ്ടാവും കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഉറങ്ങലേ ഉണ്ടാവുമല്ലോ. എന്നാ അമ്മേ അമ്മമ്മൻ്റെ മൂട് പോയി തിന്നുന്നില്ല. എന്നാ കണ്ട വായി തുറക്കൂല അമ്മമ്മ. എന്നാ അമ്മേ എന്നാ ചായ തരാം, ചായ എന്നാ കുടി കുടിയേ 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 എന്നാ കുടിച്ചോ, കുടി കുടി. മൂടില്ല, അമ്മമ്മ അങ്ങനെ കുടിക്കുന്നില്ല. നല്ല ഇഡലിയും സാമ്പാറും. എല്ലാവരും വീട്ടിൽ കടിയെല്ലാം ആക്കിന് രാവിലെ തന്നെ. അമ്മ രാവിലെ പോകുമ്പോൾ ഇഡലിയും സാമ്പാറിലും ആക്കിയോണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അമ്മമ്മേനെ നോക്കുക, ഇവിടെ കിടക്കുക, ഇരിക്കുക, അത്രയേ വേണ്ടു കേട്ടാ. അമ്മമ്മേ ഓയ് ഇങ്ങോട്ട് നോക്കേ. അമ്മമ്മ മൂഡ് ഓഫ് ആട്ടാ, അതാ നിങ്ങൾ നോക്കാത്തേ. മൂടേ ഇല്ല. ഞാൻ പിന്നെ വെറുതെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കുന്നതാണ്. അമ്മമ്മേനെ കാണുന്ന കുറേ ആൾക്കാർ പറഞ്ഞിന്. അപ്പോൾ അമ്മക്ക് മൂടില്ലെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വെച്ചിട്ടുണ്ടാ. ഇതിപ്പോൾ അമ്മമ്മ കൊടുത്ത തിന്നൂല കണ്ടാ. നല്ല കുത്തോട്ട് പിടിക്കുന്നുണ്ടാ. മൂടേയില്ല. മൂടുണ്ടെങ്കിൽ ഇപ്പോൾ തിന്നിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അപ്പോൾ അന്നേരം ഇടയിൽ കൊടുക്കാമെന്ന്. ഇപ്പോൾ 2-3 റസ്ക് കൊടുക്കാൻ വെച്ചിട്ടാണ്. അമ്മമ്മ രാവിലെ എഴുന്നേറ്റപ്പാട് അത് തന്നെ റസ്ക്കാണ് തിന്നൽ. അതുകൊണ്ടാണ് റസ്ക് കൊടുക്കുന്നത് കേട്ടോ. റസ്ക് കൊടുത്തിട്ട് കുറച്ച് സെറ്റ് ആവണം, എന്നാലേ ഇനി ഇഡലിയും സാമ്പാറിലും കഴിക്കൂലു. എന്നാ അമ്മേ എന്നാ ഓയ് കണ്ട വായി തുറക്കുന്നില്ല. ഇനി ഉച്ചയാകുമ്പോൾ ചോറുണ്ട്, ചോറും സാമ്പാറും. അപ്പോൾ ഇഡലിക്കും കൂടി ഞാൻ സാമ്പാർ ഇങ്ങ് എടുത്തു. പിന്നെ എനിക്ക് ഇന്നലത്തെ കറി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് മീൻ കറി അവിടെ മാറ്റി വെച്ചിന് കേട്ടോ. എല്ലാവർക്കും സുഖം തന്നെയാണോ എന്ത് പറയുന്നത്? ചങ്കാമ്മക്ക് ഇപ്പം പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഇച്ചിരി തണുപ്പെല്ലാം പിടിച്ചിനു, എന്നാലും കുറച്ച് കുറവുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മൂഡ് ഓഫാണ് വെച്ചാൽ അധികം സംസാരമൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല ഉറക്കേനു. ഞാൻ അമ്മമ്മനെ കെട്ടിപ്പിടിച്ച് കുറേ സമയം അവിടെ ഉറങ്ങിപ്പോയി. എന്നാൽ ഞായറാഴ്ച അല്ലേ, ഇന്നേടി പോകാനുമില്ല. പിന്നെ അവരിൽ ടൂർ പോയിടാൻ പിന്നെ പുറത്തെവിടെയും പോകാനൊന്നുമില്ല. ഞായറാഴ്ച പൊതുവെ എവിടെയെങ്കിലും യാത്രയും കാര്യങ്ങളും ഉണ്ടാവലുണ്ട്. ഇന്നിൻ്റെ ഇവിടെ ഇല്ല, ഇന്ന് ഫുൾ ടൈം ഇവിടെ തന്നെ. എന്നാ അമ്മ ഓയ് അമ്മമ്മ തിന്നില്ല കേട്ടാ. ഇന്ന് ഞാൻ തിന്നാ. അമ്മ പോട്ടെ വേണ്ടേ എന്നാ ഓയ് ഉയ് തിന്നില്ല കേട്ടാ. അമ്മക്ക് റസ്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഞാനിങ്ങനെ അടുത്ത് റസ്ക് തിന്നലുണ്ട് കേട്ടാ. എന്നാ ഇടയിലെടുത്തോ എന്നാ ഒന്നും വേണ്ടേ. മൂഡ് ശരിയില്ല കേട്ടാ, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാനിനി ഇഡലിയും സാമ്പാറും തിന്നാം. നല്ല അടിപൊളി സാമ്പാറാണ്. രാവിലെ തന്നെ അമ്മ വെച്ചിട്ട് പോയതാണ്. അമ്മക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും കഴിച്ചിനോ നമ്മൾ എണീറ്റിനോ ഒന്നും അറിയില്ലല്ലോ. കുറച്ച് നേരത്തെ അടുത്തൊക്കെ മെസ്സേജ് അയച്ചിന് എന്തായി വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ അമ്മമ്മ എണീച്ചു, ചായ കുടിക്കാൻ നോക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ അടിച്ചു പൊളിക്കട്ട്. എന്ന് വെച്ചാൽ ഏടത്തിയും അമ്മയൊന്നും ഇതുവരെ വയനാട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അവരൊരു വലിയ ആഗ്രഹമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അമ്മമ്മേനെ നോക്കി ഇവിടെ നിൽക്കാം, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കുറേ ആയി ടൂറൊന്നും പോകാത്തത്. അപ്പോൾ നാട്ടിലെ എല്ലാ ടീമുമായിട്ട് അങ്ങനെ പോകുന്നതാണ്. 10-26 ആൾക്കാരായിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു നീ എന്തായാലും വരണം, നീയില്ലേ നമ്മൾ പോകില്ല എന്നെല്ലാം പറഞ്ഞു. എന്ന് വെച്ചാൽ നല്ലൊരു ജോളി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, പാട്ടും ഡാൻസെല്ലായിട്ട് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അവരെന്നോട് നിർബന്ധിച്ചു കുറേ. അപ്പോൾ ഞാൻ പോയാൽ ഇവിടെ ഒരാൾ വേണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഒരുവിധം എല്ലാ സ്ഥലത്തും പോകുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 ആഴ്ചക്കപ്പുറം വയനാട് ടൂർ പോയതാണ്. അത് ഒരു കുറ്റായിട്ടുള്ള ഒരു ടീമിൻ്റെ അപ്പുറം പോയതാണ്. പിന്നെ ആദ്യം പോക്ക് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. പിന്നെ അമ്മയും അടുത്തുനിന്ന് ഇതുവരെ പോവാത്തതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അമ്മമ്മനെയും നോക്കി ഞാനിവിടെ നിന്നോളൂ, അമ്മയും അടുത്ത് എല്ലാവരും പോയിട്ട് വാന്ന് പറഞ്ഞു. ആദ്യമേ അനിയൻ ബുക്ക് ചെയ്തതിന് ഓന് വേണ്ടി അവൻ ബുക്ക് ചെയ്തു. പിന്നെ അടുത്തിന് കൂട്ടാന്ന് പറഞ്ഞ്. പിന്നെ അമ്മേൻ്റെ കാര്യം അങ്ങനെ ഉറപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയോട് അങ്ങോട്ട് പറഞ്ഞു തന്നു അമ്മ പോയിക്കോന്ന്. അമ്മ പൊതുവെ അങ്ങനെ പുറത്തൊന്നും എവിടെയും പോക്കില്ല. ഒന്നാമത് അമ്മമ്മേനെ നോക്കി ഇവിടെ ഇരിക്കണം,
പിന്നെ അമ്മക്ക് അങ്ങനെ കൂടുതൽ യാത്രയൊന്നും വലിയ താല്പര്യമില്ലാത്തതാണ്. പിന്നെ നമുക്ക് ചെറിയൊരു കാലുവേദനയുണ്ട്, കുറച്ചേ ഗുളികയിലും കുടിക്കുന്നു, ഇപ്പം കുറച്ച് കുറവുണ്ട്. അപ്പോൾ അങ്ങനെ യാത്ര പൊതുവെ പോക്കില്ല. ഒന്നാമത് അമ്മമ്മ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. അമ്മമ്മയെ നോക്കണ്ട, അമ്മേൻ്റെ കാര്യം നോക്കണ്ടേ, ഇവിടെ ആരുമില്ലല്ലോ. ഞാൻ എന്നിട്ട് പറഞ്ഞു എന്തായാലും അമ്മ പോയിട്ടോ, എന്ന് വെച്ചാൽ അവർക്കെല്ലാം ഈ പ്രായത്തിൽ പോകാൻ പറ്റില്ല. കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളിലായാലും ബുദ്ധിമുട്ട് തന്നെ, പോകാനൊന്നും പറ്റൂല. വയനാട്ടിൽ പിന്നെ അടുത്തല്ലേ, നമുക്ക് വേഗം പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ വൺ ഡേ ടൂറല്ലേ, രാവിലെ പോയി വൈകുന്നേരം വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നാട്ടിൽ കുറേ ഏച്ചിമാരും ഏട്ടന്മാരിലുണ്ട്, പിന്നെ നമ്മൾ മാമനിലുണ്ട്. അപ്പോൾ വലിയൊരു സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും പോയിട്ട് വന്നിട്ട് അവർ പോയിട്ടുണ്ട്, അവർ അടിച്ചു പൊളിക്കട്ട്. ഇപ്പോൾ അവർ വീഡിയോ അയച്ചിന്, മറ്റേ വണ്ടിയിൽ നിന്ന് പാട്ട് വെച്ചിട്ട് ഇങ്ങനെ തുള്ളുന്ന കുറേ വീഡിയോ അയച്ചിന്. എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ പാട്ട് എന്ന് വെച്ചാൽ ഭ്രാന്താണെന്ന് വെച്ചാൽ, പാട്ട് വണ്ടിയിൽ എപ്പോഴും ടൂർ പോകുമ്പോൾ പാട്ട് വെച്ചാൽ ഞാൻ അങ്ങനെ തുള്ളും ഡാൻസ് കളിക്കും. എനിക്ക് എൻ്റെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അവർ കുറേ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ. അപ്പോൾ കാണുമ്പോൾ തന്നെ എന്തോലെ ആകുന്നു. അപ്പോൾ എനിക്കറിയില്ല, നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ പോകുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ലപ്പാ. എന്നാലും ഇന്ന് അമ്മമ്മൻ്റെ കൂടെ ഫുൾ ടൈം. പിന്നെ എന്തുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയാണോ? നമ്മളെ ഫാമിലിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരോടും സന്തോഷം സ്നേഹം ഞാൻ അറിയിക്കുന്നു. നമ്മളങ്ങനെ സ്ഥിരം വീഡിയോ ഒന്നും ഇടലില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ മൂഡ് വരുമ്പോൾ ഇങ്ങനെ ഇടുന്നതെന്നല്ലോ. ഒന്നാമത് അമ്മമ്മൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ അമ്മമ്മക്ക് നല്ല മൂഡ് വേണം, അല്ല ഇട്ടിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ അമ്മമ്മ ഫുൾ ടൈം ഉറക്കമായിരിക്കും. ഇന്ന് തന്നെ ഇപ്പോൾ അമ്മമ്മക്ക് കാണാൻ മാത്രം മൂടുണ്ട്, അല്ലാണ്ട് ഞാൻ ഇപ്പം ഒന്ന് കൊടുത്ത് കഴിക്കുന്നില്ല. അമ്മമ്മ അമ്മമ്മേ കണ്ട കഴിക്കൂല, മൂടില്ല. അപ്പോൾ ഇന്ന് വയനാടെല്ലാം അവർ പോയതുകൊണ്ട് ആ ഒരു വിവരം നിങ്ങളോടെല്ലാം പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഞാൻ രാത്രി കുളിയൊന്നും കഴിഞ്ഞില്ല, ജസ്റ്റ് പല്ലേച്ചിട്ടേ ഉള്ളൂ. അവിടെ മുകളിൽ ഉറക്ക ക്ഷീണം തന്നെ ഉണ്ടാവും, മുടിയൊന്നും ശരിക്കും വാരിയിട്ടൊന്നുമില്ല. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്നേഹം നമ്മളെ അറിയിക്കുന്നുണ്ട്. ഒരുപാട് നന്ദി, സ്നേഹം. ചില കമൻറ്റൊന്നും ഞാൻ അങ്ങനെ ശരിക്കും കാണില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ റീപ്ലൈ തരാത്തത്. നിങ്ങൾ ഇടുന്ന കമൻറ്റിലും പരമാവധി ഞാൻ റീപ്ലൈ തരുത്തുണ്ട്, കണ്ട കമൻറ്റിലും റീപ്ലൈ തരുത്തുണ്ട്. പിന്നെ കുറേ യാത്രയും കാര്യങ്ങളായിട്ട് കുറേ ബിസി കാര്യങ്ങളിലേനും അതിൻ്റെ ഇടയ്ക്കിലാണ് ഇങ്ങനെ വീഡിയോയിൽ എടുക്കുന്നത്. അമ്മമ്മ ഉറക്കമെന്ന് തുടങ്ങി കേട്ടോ. ഇപ്പം അമ്മമ്മനെ കിടത്തേണ്ടി വരും, ഇനി ഉച്ചയാകുമ്പോൾ എണീക്കുമല്ലോ. അപ്പോൾ ഇടയിൽ ഞാൻ മാത്രം കഴിക്കേണ്ടി വരും. എല്ലാവരും ചായനും കുടിച്ചാ ഒന്നാന്ന്, എല്ലാവർക്കും കടികളെന്നാന്ന്, ചായൻ്റെ കടികളെന്ന് ആക്കിന്. അപ്പോൾ മീൻ കറിയും കൂടി ആക്കാം, അത് വറുത്തിൻ്റെ ടേസ്റ്റല്ലേ. മത്തിയാണ് കേട്ടോ, മത്തി. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം മത്തിയാണ്. കൂടുതൽ നമ്മളിവിടെ വീട്ടിൽ മത്തിയാണ് വാങ്ങൽ. മത്തീൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഒരു മീനിനും കിട്ടില്ല. തലേന്നത്തെ മീൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തലേന്നത്തെ സാമ്പാർ, ഒരുവിധം തലേന്നത്തെ കറിയെല്ലാം ഞാൻ കൂട്ടാറുണ്ട്. പണ്ട് പോലെ കൂട്ടുന്നുണ്ട്, നമ്മളെല്ലാ ഫാമിലി എല്ലാവരും കൂടെ തന്നെയാണ്. അമ്മമ്മ അടക്കം പണ്ട് പോലെ അങ്ങനെ കഴിക്കുന്നതാണ്. തലേന്നത്തെ ചോറില്ല കുളുത്ത്, അതും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പണ്ട് പോലെ കഴിക്കുന്നത്, നമ്മളങ്ങനെ ഇങ്ങനെ കടികളാക്കിയിട്ട് കഴിക്കൽ കുറവ് തന്നെയാണ് കേട്ടോ. നമ്മൾ കൂടുതൽ കുളുത്ത കഴിക്കൽ പണ്ടേ അങ്ങനെ ശീലിച്ചേട്ടാ. അമ്മമ്മേ വേണോ വേണോ, എടുത്തോ എടുത്തോ എടുത്തോ. അമ്മമ്മ എടുക്കുന്നില്ല കേട്ടോ. എന്തായാലും അമ്മമ്മ മൂഡ് ശരിയാകുമ്പോൾ ഞാൻ എന്തായാലും അമ്മമ്മക്ക് വയ്യ കൊടുക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രം തിന്നപ്പോൾ അമ്മമ്മ കൊടുക്കുന്നില്ലെന്ന് വിചാരിക്കും. അങ്ങനത്തെ വിചാരമൊന്നും വേണ്ട കേട്ടോ. എന്തായാലും അമ്മമ്മ വയ്യ കുറച്ച് കഴിയുമ്പോൾ മൂടാവും. എന്നാലും ഞാൻ എന്തായാലും അമ്മമ്മക്ക് ഇടലേ കൊടുക്കും, ഉച്ചക്ക് ചോറ് കൊടുക്കണം. അമ്മമ്മ ഹാപ്പിയാണ്, അമ്മമ്മക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മമ്മേൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തലയിൽ നോക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറ വെച്ചാൽ ഈ പ്രായമുള്ളവരൊന്നും അവർക്ക് വേണ്ട, പക്ഷെ നമുക്ക് പ്രായമുള്ളവർ വേണം കേട്ടോ. പ്രായമുള്ളവർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാവരും ഉള്ളൂ. അതുകൊണ്ട് അമ്മമ്മ ഇവിടെ വീട്ടിൽ സുഖമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രായമാകുമ്പോൾ അതിൻ്റെതായ ക്ഷീണങ്ങൾ കാര്യങ്ങളുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളിയാണ്. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളി സന്തോഷം. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും, അതന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, അസുഖമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോയാൽ മതി. അമ്മേ ഓയ് ചായ നമ്മ ഓയ് ചായ എന്നാ അമ്മേ അമ്മേ മക ദേഷ്യം പിടിക്കുന്നുണ്ടാ. ഞാൻ ചായ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉന്തിക്കളയുന്നു, ദേഷ്യം പിടിക്കും അമ്മമ്മക്ക്. മൂടില്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ചിട്ടുള്ള കൊടുക്കാമെന്നാൽ അമ്മമ്മ ചിലപ്പോൾ രണ്ട് തലലും തല്ലും. അവിടെ ഞാൻ നിർബന്ധിക്കുന്നില്ല, വെറുതെ അതിൻ്റെ ആൾക്കാർ തല്ലു വാങ്ങുന്നത്. വേണം അമ്മ ഇന്ന് എടുത്തോ, എന്നാ വേണ്ടേ വേണ്ട. 2-3 റസ്ക് തിന്നിനാട്ടോ അമ്മമ്മ. ആ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ അമ്മമ്മക്ക് 2-3 റസ്ക് കൊടുത്തിന്, അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തേട്ടാ. എന്തായാലും ഇവരെല്ലാം വയനാട് പോയതല്ലേ, അപ്പോൾ ആ കാര്യം ഞാൻ നിങ്ങളോട് പറയണ്ടേ. വയനാട് നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വയനാട് ടൂർ പോയാലോ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാലും തന്നെ കുറേ കമൻറ്റ് വന്നിരുന്നു, കാണുന്ന ആഗ്രഹം കൊണ്ട് പറഞ്ഞിട്ട്. വയനാട് ഇല്ലവരൊന്ന് ശ്രദ്ധിച്ചോ, നമ്മളെ ഫാമിലി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിരങ്ങൊന്ന് പോയി സംസാരിച്ചോട്ടാ. അടുത്തിനെ കാണുമ്പോൾ എന്തായാലും ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും. അമ്മേനെ പിന്നെ അങ്ങനെ പരിചയം കുറവായിരിക്കും, അമ്മ അങ്ങനെ അധികം വീഡിയോയിലില്ല.
അനിയനും വീഡിയോയിൽ കുറവാണ്. എന്തായാലും ഏടത്തിന് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. ഏടത്തി കുറേ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരാരും കണ്ടെങ്കിലൊന്ന് പോയി സംസാരിച്ചോ. അവർ വയനാട് ഇന്ന് ഫുൾ ടൈം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന അവരെ കൊണ്ടൊന്നും കണ്ടോട്ടോ. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. ബൈ ബൈ.